നമസ്കാരം കുട്ടികളെ. നമ്മൾ കഴിഞ്ഞ ഹൈഡ്രോസ്റ്റാറ്റിക്സിൽ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ഇവയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഏതാനും പ്രോബ്ലങ്ങൾ കൂടി ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. നിങ്ങളിത് നോട്ട്ബുക്കിലേക്ക് ചെയ്ത് നോക്കണം. സ്വന്തമായിട്ട് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ക്വസ്റ്റ്യൻ എഴുതിയിട്ട് സ്വയമേ നിങ്ങൾ അതിൻ്റെ ആൻസർ നോട്ട്ബുക്കിൽ ചെയ്ത് നോക്കുക. അല്ലാതെ ഇത് വായിച്ച് അല്ലെങ്കിൽ ഇത് കേട്ട് ഇരുന്നിട്ട് കാര്യമില്ല. അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ ഇത് നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ. ഇതുപോലെയുള്ള പ്രോബ്ലങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഒരു ക്വസ്റ്റ്യൻ, മോഡൽ ക്വസ്റ്റ്യൻ നമ്പർ 5. എ ഗ്യാസ് അറ്റ് 1.5 kilogram force per centimeter cube occupies 0.2 meter cube is at 20 degrees centigrade. It is compressed to a pressure of 5 kg force per centimeter square such that its volume becomes 0.03 meter cube. What will be the final temperature of the gas? അതായത് 1.5 കിലോഗ്രാം ഫോഴ്സ് പെർ സെന്റിമീറ്റർ സ്ക്വയർ പ്രഷറിലുണ്ടായിരുന്ന ആ ഗ്യാസിന്റെ വോളിയം 0.2 മീറ്റർ ക്യൂബ് ആയിരുന്നു. 20 ഡിഗ്രി സെന്റിഗ്രേഡ് ആയിരുന്നു അതിന്റെ ടെമ്പറേച്ചർ. അത് കംപ്രസ് ചെയ്തു, 5 കിലോഗ്രാം ഫോഴ്സ് പെർ സെന്റിമീറ്റർ സ്ക്വയറിലേക്ക് കംപ്രസ് ചെയ്തു. സച്ച് ദാറ്റ് ഇറ്റ്സ് വോളിയം ബിക്കംസ്, അതിന്റെ വോളിയം എത്രയായി? 0.03 മീറ്റർ ക്യൂബായി. അതിന്റെ ഫൈനൽ ടെമ്പറേച്ചർ എത്രയായിരിക്കും? അപ്പോൾ ഇത് പ്രഷർ, വോളിയം ആൻഡ് ടെമ്പറേച്ചർ 3 റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തു. ടെമ്പറേച്ചർ T1 20 ഡിഗ്രി സെന്റിഗ്രേഡ്, അത് നമ്മൾ കെൽവിനിലാക്കണം. 20 + 273 = 293 കെൽവിൻ. ആ കെൽവിനിലേക്കാക്കാൻ ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചറിന്റെ കൂടെ 273 ആഡ് ചെയ്താൽ മതി. ഓർക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു. വോളിയം ഓഫ് ഗ്യാസ് 0.2 മീറ്റർ ക്യൂബ്. ഇനി പ്രഷർ ഓഫ് ഗ്യാസ് P1 1.5 kg ഫോഴ്സ് പെർ സെന്റിമീറ്റർ സ്ക്വയർ. അതായത് 1.5 × 10⁴ സെന്റിമീറ്റർ സ്ക്വയർ. ഇത് വോളിയം മീറ്റർ ക്യൂബിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ kg ഫോഴ്സ് പെർ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റണം. 10⁴, അതായത് 100 × 100 സെന്റിമീറ്റർ മീറ്റർ ആകണമെങ്കിൽ 100 കൊണ്ട് ഗുണിക്കണം. മീറ്റർ സ്ക്വയർ ആണെങ്കിൽ 100 × 100 സെന്റിമീറ്ററിലേക്ക് ആകാൻ. അപ്പം 1.5 × 10⁴ kg പെർ മീറ്റർ സ്ക്വയറിലെ താഴെയാണ് മീറ്റർ സ്ക്വയർ വരുന്നത്. അപ്പോൾ അത് ഇവിടെ മുകളിലെത്തുമ്പോൾ ഗുണിക്കണം. 10⁴ 1.5 × 10⁴ kg പെർ മീറ്റർ സ്ക്വയർ. ഇനി വോളിയം V2, രണ്ടാമത്തെ വോളിയം 0.03 മീറ്റർ ക്യൂബ്. പ്രഷർ 5 kg കിലോഗ്രാം ഫോഴ്സ് പെർ സെന്റിമീറ്റർ സ്ക്വയർ. അതിനെ കിലോഗ്രാം ഫോഴ്സ് പെർ മീറ്റർ സ്ക്വയറിലാക്കാൻ 10⁴ കൊണ്ട് ഗുണിച്ചു. ഇനി അപ്ലൈയിങ് ഫോർമുല T1 V1 T1 = P2 V2 T1. T2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫൈനൽ ടെമ്പറേച്ചർ T2 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ ഈ P2 V2 താഴെ വന്നപ്പം P2 V2 × ഈ T1 ഇപ്പുറം വന്നു, T2 ഇപ്പുറം വന്നു, മുകളിലായി ആയി T2. ഇത് നേരെ തിരിച്ച് വ്യുൽക്രമം കൊണ്ട് ഗുണിക്കുക. T1 P1 V1 T1 P1 V1. P2 V2 ഇവിടെ തന്നെ ഉണ്ട്. P2 V2 T2 ഇപ്പുറം സമത്തിന്റെ ഇപ്പുറം വന്നു. ഈ P1 V1 T1 എന്നുള്ളത് അപ്പുറം പോകുമ്പോൾ T1 P1 V1 ആയി. അപ്പോൾ ഇത് റീഅറേഞ്ച് ചെയ്ത് ആദ്യം തന്നെ അത് നമ്മൾ അതിന്റെ വാല്യൂ ഇവിടെ അപ്ലൈ ചെയ്തു. 10⁴ 10⁴ ഒക്കെ ക്യാൻസൽ ആവും. അത് 43.95 0.3 അത് ഹരിച്ചു കഴിഞ്ഞാൽ 146.5 കെൽവിനായി. അതായത് 146.5 മൈനസ് 273, അതായത് കെൽവിനിൽ ഡിഗ്രി സെന്റിഗ്രേഡിലേക്ക് ഫൈനൽ ടെമ്പറേച്ചർ നമ്മൾ സെന്റിമീറ്റർ കെൽവിനിലാണ് കിട്ടിയിരിക്കുന്നത്. അത് സെന്റിഗ്രേഡിലേക്ക് മാറ്റാൻ 273 മൈനസ് ചെയ്യണം. അപ്പം മൈനസ് 126.5 ഡിഗ്രി സെൽഷ്യസ് എന്ന് അതിന്റെ ഫൈനൽ ആൻസർ ഡിഗ്രി സെൽഷ്യസിൽ കിട്ടി. അടുത്ത ചോദ്യം, ആൻ ഓട്ടോമൊബൈൽ ടയർ കണ്ടെയ്ൻസ് 0.14 kg of air at 2 kg per centimeter square gauge pressure at 27 degrees centigrade. What is the volume of air in cubic centimeter? അതായത് ഒരു വണ്ടിയുടെ ടയറിൽ 0.14 കിലോഗ്രാം വായു എയർ ഉണ്ട്.
at 2 kg per centimeter square ആണ് പ്രഷർ. 2 kg per centimeter square. അത് ഗേജ് പ്രഷറാണ്, അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂട്ടാതെ. at 27 and temperature 27 degree centigrade. What is the volume of air in cubic centimeter? ആ പിന്നെ ഗ്യാസിന്റെ അല്ലെങ്കിൽ എയറിന്റെ വോളിയം എത്രയാണ്? In this some gas pressure is given. To solve it, absolute pressure is necessary. അതായത് ഗേജ് പ്രഷർ ഈസ് ഗിവൺ. ഗേജ് പ്രഷർ തന്നിട്ടുണ്ട്, നമ്മൾ പിന്നെ അബ്സല്യൂട്ട് പ്രഷർ കാണണം. അപ്പം അറ്റ്മോസ്ഫിയറിക് പ്രഷറും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ 1.0033 kg per centimeter square ആണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമുക്കറിയാം. അപ്പോൾ ആ ഗേജ് പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും കൂടെ കൂട്ടിയുമ്പോൾ 3.033 kg per centimeter square എന്ന് കിട്ടി. അത് kg per meter cube ആക്കി 3.033 into 10⁴ kg per meter square എന്ന് കിട്ടി. ഇനി വെയിറ്റ് ഓഫ് എയർ m.14 kg, ടെമ്പറേച്ചർ T കെൽവിനിലാക്കിയപ്പോൾ 27 + 273 300 കെൽവിൻ. ഗ്യാസ് കോൺസ്റ്റന്റ് R 29.27 kg per Kelvin or 287 joules per kg Kelvin. As per gas equation, PV is equal to MRT, pressure into volume is equal to mass into gas constant into temperature. അപ്പോൾ V ആണ് നമുക്ക് കണ്ടത്. V is equal to ഈ P താഴെ വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ 0.14 ഇൻറ്റു ഈ ഗ്യാസ് കോൺസ്റ്റന്റ് നമ്മൾ പിന്നെ 29.27 എടുത്തു. 29.27 ഇൻറ്റു T 300 ബൈ 3.033 ഇൻറ്റു 10⁴. അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0.0405 ക്യൂബിക് മീറ്റർ. അതിനെ ക്യൂബിക് മീറ്ററിനെ സെന്റിമീറ്റർ ആക്കാൻ 100 കൊണ്ട് എത്ര പ്രാവശ്യം ഗുണിക്കണം? 3 പ്രാവശ്യം. നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരമാണല്ലോ വോളിയം. അപ്പോൾ 3 പ്രാവശ്യം 100 കൊണ്ട് ഗുണിക്കണം മീറ്ററിനെ സെന്റിമീറ്റർ ആക്കാൻ. അപ്പോൾ ഇത്രയും 0.0405 ഇൻറ്റു 10⁶ ക്യൂബിക് സെന്റിമീറ്റർ, അല്ലെങ്കിൽ 40,500 ക്യൂബിക് സെന്റിമീറ്റർ. 2 പൂജ്യം കൂടെ ഇവിടെ 6 സ്ഥാനം വലത്തോട്ട് മാറ്റി കുതിർണം. അപ്പോൾ ഇവിടെ 1 2 3 4 2 പൂജ്യം കൂടി ഇടുക. 40,500 ക്യൂബിക് സെന്റിമീറ്റർ ആണ് അതിന്റെ വോളിയം. നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ പ്രഷർ അറ്റ് ദ ഡെപ്ത് ഓഫ് 40 meter ബിലോ ദി സർഫസ് ഓഫ് എ ലേക്ക് ഇൻ ഡൈൻസ് പെർ സ്ക്വയർ സെന്റിമീറ്റർ അറ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ബീങ് നെഗ്ലക്റ്റഡ്. ഒരു 40 മീറ്റർ ആഴത്തിൽ ഒരു ലേക്കിന്റെ വെള്ളത്തിന്റെ അടിയിൽ 40 മീറ്റർ ആഴത്തിലുള്ള പ്രഷർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അത് ഡൈൻസ് പെർ സ്ക്വയർ സെന്റിമീറ്ററിൽ കാണണം. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എടുക്കണ്ട, നെഗ്ലക്റ്റഡ്, അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഡെപ്ത് ഓഫ് വാട്ടർ, അപ്പോൾ ഡൈൻസ് എന്ന് പറയുമ്പം സെന്റിമീറ്ററിലാണ് ലെങ്തും, അല്ലെങ്കിൽ CGS സിസ്റ്റമാണ്. അപ്പം എല്ലാം സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡിൽ എടുക്കണം. അപ്പോൾ ഡെപ്ത് ഓഫ് വാട്ടർ 40 മീറ്റർ, അതായത് 4000 സെന്റിമീറ്റർ. 40 ഇൻറ്റു 100 4000 സെന്റിമീറ്റർ. പിന്നെ ഡെൻസിറ്റി ഓഫ് വാട്ടർ 1 gram per cc. ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 980 സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നുള്ളത് 980 സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നെടുക്കണം. ഡൈനിൽ നമ്മൾ കാണേണ്ടതുണ്ട് പ്രഷർ. ഇനി പ്രഷർ ബിലോ ദ സർഫസ് H ഇൻറ്റു D ഇൻറ്റു G. ഹൈറ്റ് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു G ഐസൊലേഷൻ HDG. അപ്പോൾ 4000 ഇൻറ്റു 1 ഇൻറ്റു 980. 10 100 1000 10000 ലക്ഷം 10 ലക്ഷം 39,20,000 ഡൈൻസ് പെർ സ്ക്വയർ ഇഞ്ച്. അല്ലെങ്കിൽ അതിനെ നമ്മൾ 1 2 3 4 5 6 3.92 എന്ന് എഴുതിയിട്ട് 10⁶ ഡൈൻസ് പെർ സെന്റിമീറ്റർ സ്ക്വയർ. 10⁶ എന്ന് എഴുതുമ്പോൾ ഇത് നമ്മൾ
2 സ്ഥാനം വലത്തേക്ക് മാറ്റി പിന്നെ ഒരു 4 പൂജ്യം കൂടി ഇടുന്ന ആ സംഖ്യയായി. അപ്പോൾ ഇങ്ങനെ വേണം അതിൻ്റെ ആൻസർ എക്സ്പ്രസ് ചെയ്യാൻ. ഇനി എക്സസൈസിലുള്ള ചില പ്രോബ്ലംസ് ഒന്ന് നോക്കാം. അറ്റ് 5 atmospheric pressure 0.2 cubic meter air is filled in a container. If the same air is filled at constant temperature in 1 cubic meter volume of container, then calculate the air pressure in the container. 5 atmospheric pressure, അതായത് പ്രഷർ ഇവിടെ 2.2 ക്യൂബിക് മീറ്ററിൽ ഇത് പ്രഷർ ഇത് വോളിയം ആണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. ആ സെയിം എയറിനെ 1 ക്യൂബിക് ആ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ 1 ക്യൂബിക് മീറ്റർ ആക്കി കൂട്ടുന്നു. 0.2 ക്യൂബിക് മീറ്ററിൽ നിന്ന് 1 ക്യൂബിക് മീറ്ററിലേക്ക് ഉള്ള ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റുന്നു. അപ്പോൾ അവിടെ പ്രഷർ എത്രയാണ്? അപ്പം പ്രഷറും വോളിയം അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ P1 V1 = P2 V2. ആ V2 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇതിൽ നിന്ന്. അങ്ങനെ അത് ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾ ചെയ്ത് നോക്കുക. The volume of gas at 770 millimeter pressure is 403 cc. 403 cc. Find the pressure when the volume is reduced to 341 cc. അപ്പോൾ ഇവിടെ ഇത് തന്നെയാണ് 770 മില്ലിമീറ്റർ പ്രഷർ, അന്നേരം അതിൻ്റെ വോളിയം 403 cc. അതിൻ്റെ പിന്നെ വോളിയം റെഡ്യൂസ്ഡ് ടു 341 cc ആക്കി. അപ്പോൾ അവിടെ പ്രഷർ എത്രയാണ്? അവിടെയും P1 V1 = P2 V2. അവിടെ വേണമെങ്കിൽ നമുക്ക് കാണാം P1 770 ഇൻറ്റു V1 403 = വോളിയം. P2 അറിയില്ല, പ്രഷർ എത്രയാണ്? ഫൈൻഡ് ദ പ്രഷർ. P2 V2 എത്രയായി? 341. P2 = 910 എന്ന് കിട്ടും. അതായത് മില്ലിമീറ്റർ ഓഫ് മെർക്കുറി. 770 മില്ലിമീറ്റർ പ്രഷർ 403. അപ്പോൾ അത് 403 cc നിന്ന് 341 cc റെഡ്യൂസ് കംപ്രസ് ചെയ്തപ്പോൾ അതിൻ്റെ പ്രഷർ 910 cc ആയി മാറി. അപ്പോൾ 910 mm millimeter of mercury ആണ് അതിൻ്റെ പ്രഷർ. നെക്സ്റ്റ്, എ ഗ്യാസ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം one container of volume 100 cc of a pressure of 1.5 kg per centimeter square into another container of capacity 200 cc. Find the pressure in the new container. ഇതെല്ലാം സെയിം ഉണ്ട്. ഒരു ഗ്യാസ് ട്രാൻസ്ഫേർഡ് ഫ്രം one container of volume 100 cc, അതായത് V1 = 100 cc, പ്രഷർ 1.5, P1 = 1.5 kg per centimeter square. വീണ്ടും അനദർ കണ്ടെയ്നർ 200 cc, V2 200 cc. ഇത് ഈ 100 cc വാതകത്തിനെ 200 cc കണ്ടെയ്നറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഫൈൻഡ് ദ പ്രഷർ ഇൻ ന്യൂ കണ്ടെയ്നർ. പുതിയ കണ്ടെയ്നറിൽ പ്രഷർ എത്രയാണ്? P2 = ഫൈൻഡ്. അപ്പോൾ ഇവിടെ P1 V1 = P2 V2. P1 1.5 ഇൻറ്റു V1 100 = P2 അറിയില്ല, V2 200. P2 =
1.5 into 100 divided by 200. 1.5 പകുതി 0.75. അപ്പം പിന്നെ P2 0.75 kg per centimeter square. ഓക്കെ, പെൻസിൽ കൊണ്ട് ചെയ്യുന്നത് കാണാൻ പറ്റുന്നില്ലേ? പെന്നുകൊണ്ട് ചെയ്യാം. നെക്സ്റ്റ് വൺ, 1 kg of air at 5 kg 4 centimeter square and 30 degree centigrade expanded to atmospheric pressure and 20 degree centigrade. What will be the volume occupied? ഇവിടെ 1 കിലോഗ്രാം എയർ, അതിൻ്റെ പിന്നെ പ്രഷർ 5 kg ഫോഴ്സ് പെർ സെന്റിമീറ്റർ സ്ക്വയർ, ടെമ്പറേച്ചർ 30 ഡിഗ്രി സെന്റിഗ്രേഡ്. അത് പിന്നെ എക്സ്പാൻഡ് ചെയ്യുന്നു, എക്സ്പാൻഡ് ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 bar, അതിൻ്റെ ടെമ്പറേച്ചർ 20 ഡിഗ്രി സെന്റിഗ്രേഡ്. ആൻഡ് ടെമ്പറേച്ചർ 20 ഡിഗ്രി സെന്റിഗ്രേഡിലേക്ക് കുറയുന്നു. 30 ഡിഗ്രി സെന്റിഗ്രേഡിൽ നിന്ന് 20 ഡിഗ്രി സെന്റിഗ്രേഡിലേക്ക് കുറയുന്നു. വാട്ട് വിൽ ബി ദ വോളിയം ഒക്കുപൈഡ്? അന്നേരം ആ ഇതിന്റെ ഭാഗത്തിന്റെ വോളിയം എത്രയായിരിക്കും? നമുക്കിവിടെ തന്നിരിക്കുന്ന സംഗതികളൊക്കെ ഒന്ന് നോക്കാം. മാസ് m 1 kg, പ്രഷർ P1 is equal to 5 kg per centimeter square. പിന്നെ T1 is equal to 30 ഡിഗ്രി സെന്റിഗ്രേഡ്. 30 ഡിഗ്രി സെന്റിഗ്രേഡ്. ഇതാണ് ചോദ്യം. എക്സ്പാൻഡ് ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പം P2 അറ്റ്മോസ്ഫിയറിക് പ്രഷറിലേക്ക് മാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് kg per centimeter സ്ക്വയർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ 1 bar ആണെങ്കിലും അത് kg per centimeter സ്ക്വയറിൽ എന്ന് പറഞ്ഞാൽ 1.033 kg per centimeter സ്ക്വയർ. പിന്നെ ടെമ്പറേച്ചർ T2 ടെമ്പറേച്ചർ എത്രയാണ്? 20 ഡിഗ്രി സെന്റിഗ്രേഡ്. 20 ഡിഗ്രി സെന്റിഗ്രേഡ്. വാട്ട് വിൽ ബി ദ വോളിയം? V2 ഈസ് ഈക്വൽ ടു ഫൈൻഡ്. അപ്പം ഇവിടെ നമുക്ക് P1 V1 by T1 ഈസ് ഈക്വൽ ടു P2 V2 by T2 അപ്ലൈ ചെയ്യാമെന്ന് തോന്നുന്നു. മാസ് അത് കോൺസ്റ്റന്റ് ആണ്. മാസിൽ എക്സ്പാൻഡ് ചെയ്താലും ചുരുങ്ങിയാലും വ്യത്യാസം വരില്ലല്ലോ. അപ്പം P1 5 ഇൻറ്റു V1 അത് നമുക്ക് പറ്റില്ല, കാരണം വോളിയം ഇനീഷ്യൽ വോളിയം അറിയില്ല, ഫൈനൽ വോളിയം അറിയില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഈ ഫോർമുല. നമുക്ക് ഈ PV ഈസ് ഈക്വൽ ടു MRT എന്നുള്ള ഫോർമുല എഴുതാം. PV ഈസ് ഈക്വൽ ടു MRT, പ്രഷർ ഇൻറ്റു വോളിയം. പ്രഷർ 1.033 ഇൻറ്റു വോളിയം V2 ഈസ് ഈക്വൽ ടു M ഇൻറ്റു R. ഗ്യാസ് കോൺസ്റ്റന്റ് 29.27. ടെമ്പറേച്ചർ ഫൈനൽ ടെമ്പറേച്ചർ 20. അതിൻ്റെ വോളിയം ആണല്ലോ കാണേണ്ടത് V2. അപ്പോൾ മാസ് 1 kg ആണ്. 1 kg. ഓക്കെ, അപ്പോൾ V2 ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 29.27 ഇൻറ്റു 20 divided by 1.033 is equal to
അത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. അത് ഹരിച്ചു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ 40 ഡിഗ്രി സെൽഷ്യസ് കിട്ടും. അപ്പോൾ ഫൈനൽ ടെമ്പറേച്ചർ 40 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കണക്കുകൾ ചെയ്തു. നിങ്ങൾ എല്ലാം തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഇനിയുള്ളത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എൻ്റെ യൂണിറ്റുകൾ കുറേ ചോദ്യങ്ങളുണ്ട്, അതെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇനി ഏതാനും ചാപ്റ്ററുകളും കൂടെ ബാക്കിയുണ്ട്. ഏതാനും ചാപ്റ്റർ ഇല്ല, ഫ്ലൂയിഡ് സിസ്റ്റംസ് ചെറിയൊരു ചാപ്റ്ററാണ്, അതും കൂടെ മാത്രമേ ഉള്ളൂ കാൽക്കുലേഷന്. ഇനി അതിൻ്റെ മുമ്പിൽ നമ്മൾ ബേസിക് ഇലക്ട്രിസിറ്റി ഒക്കെ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്, അതിൻ്റെ റിവൈസ് ചെയ്യണം. ഓക്കെ, എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് കരുതുന്നു. ഒരു ശുഭദിനം നേരുന്നു. ഓക്കെ, താങ്ക് യു.